കാലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു കൃഷ്ണ. വേണ്ട, സാറിന് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട. പെണ്ണിന്റെ മുഖം വാടി. എന്റെ അമലുവേ, ഇവിടെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊന്നുമല്ല പ്രശ്നം. പിന്നെ നിന്റെ അമലുവിന്റെ ഇഷ്ടമാണ് മുഖ്യം. അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ തന്നെയാ പോകാൻ പോകുന്നത്. ഓക്കെ ചെല്ലം. തന്റെ വിരലുകളിൽ വിരൽ കോർത്തു പിടിച്ചുകൊണ്ടുള്ള അവന്റെ നടപ്പും ഈണത്തിലുള്ള പറച്ചിലും കൂടിയൊക്കെ ആയതും ആമ്പലൂരും സന്തോഷവും ഇഷ്ടവും ഒക്കെ കൂടി അത് അളവിൽ കൂടുതൽ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ട് തോന്നി. ആഹാ, അപ്പോഴേക്കും കരഞ്ഞോ നീ? ഒപ്പം നടക്കുന്നവളുടെ മിണ്ടാട്ടമൊന്നുമില്ലെന്ന് പറഞ്ഞ് നോക്കുന്നവൻ കാണുന്നത് കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്നവളെയാണ്. അത് അത് ഞാൻ കരഞ്ഞതല്ല. പിന്നെന്താ, വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചതാണോ? ചെക്കൻ പിന്നെയും കളിയാക്കിയതും ഇത്തവണ മുഖം വീർപ്പിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ അവന്റെ കൈത്തണ്ടയിൽ ഒന്ന് അമർത്തി നുള്ളി അവൾ. ദേ പെണ്ണെ, വൈകുന്നേരം നുള്ളി 3-4 രോമം പറിച്ചു. നിന്റെ ഈ പറിക്കലിന്റെ കൂടുതലിൽ ചോര വരെ വന്നായിരുന്നു. അറിയോ നിനക്ക്? ഓ പിന്നെ ചോര വരെ. വെറുതെ ഇരുന്നങ്ങ് തള്ളിക്കോളും. സാറിന്റെ ഇതേ തള്ളൽ തന്നെയാണ് എന്റെ ഒപ്പമുള്ള 3-നും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ 4-ഉം കൂടി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കോഴിക്കോട് വരെ തിരുവനന്തപുരത്ത് എത്തിക്കും. അത്രയ്ക്കും പവറാണ്. പെണ്ണ് വായ പൊത്തി കുനിഞ്ഞു ചിരിച്ചു. ഹാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞത് വെറും തള്ളാണെന്ന് കരുതിയാണ് പെണ്ണ് നോക്കാതിരുന്നത്. ഇവളെ ഇന്ന് ഞാൻ. പെണ്ണിനോട് എന്തോ പറഞ്ഞ് വീണ്ടും വാശി പിടിപ്പിക്കാൻ പോയപ്പോഴാണ് അവളുടെ സ്പീഡ് നല്ലോണം കൂടുന്ന പോലെ അവന് തോന്നിയത്. ഏതാണ്ട് തന്റെ കൈയും പിടിച്ച് ഓടുന്ന പോലെ. ഈ നേരം വരെ ഭൂമിക്ക് പോലും നോവാതെ നടന്നവളുടെ ആ ഓട്ടം അവനെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിച്ചത്. താൻ ശരിക്കും നടക്കുന്ന പോലെയാണ് അവളുടെ വേഗത്തിലുള്ള ഓട്ടം എന്ന് മനസ്സിലാക്കി ഏതനും അവൾക്കൊപ്പം അതിവേഗത്തിൽ തന്നെ നടന്നു ചെന്നു. അങ്ങനെ ആ നടത്തം ചെന്നത് ഒരു ഓടിട്ട വീടിന്റെ മുന്നിലാണ്. ചെമ്മൺ പാതയിൽ നിന്ന് വീടിനെ മറയ്ക്കാൻ വേണ്ടി പത്തലും വേലിച്ചീരയും ഒക്കെയാണ് വരിവരിയായി നാട്ടിയിരിക്കുന്നത്. അവിടെ എത്തി നെഞ്ചിൽ കൈവച്ച് കിടക്കുന്ന പെണ്ണിനെയും ആ വീടിനെയും അവൻ മാറി മാറി നോക്കി. മാഷച്ചന്റെ കൂട്ടുകാരൻ മധുമാവന്റെ വീടതാ. ഈ വീടിന് മുന്നിൽ അവൾക്കെന്താ കാര്യം എന്ന് ആലോചിച്ചുകൊണ്ട് ഏതൻ അവളെ നോക്കി തിരിഞ്ഞു. എന്താ അമലു, എന്താ ഇവിടെ കാര്യം? നമ്മൾ എന്തിനാ ഈ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? സാറിന് ഈ വീട് മനസ്സിലായില്ലേ? ഇത് വീടൊക്കെ എനിക്ക് മനസ്സിലായി മോളെ, നീ കാര്യം പറ. എന്താ ഇവിടെ? അത് അത് പിന്നെ അവൾ വിൽക്കാൻ തുടങ്ങി. പെണ്ണിന് തന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. സാധാരണ ആ നേരങ്ങളിൽ മാത്രമാണ് അവളുടെ കൂട്ടുകാരൻ കയറി വരുന്നത്. വിൽക്കാതെ കാര്യം പറയാമല്ലോ. അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ മെല്ലെ അവളോടായി അത് ചോദിച്ചു. അതെ, ഇവിടുത്തെ പശുവിന് കുട്ടിയുണ്ടായി. ഒരേപോലെ ഇരിക്കുന്ന 2 കിടാക്കൾ. അത് പറയുമ്പോൾ ആ കണ്ണുകൾ വിടർന്നൊന്ന് കാണേണ്ടതായിരുന്നു. അത്രയ്ക്കും അത്ഭുതവും സന്തോഷവും. ഏതിന്റെ മിഴികൾ അവളിലേക്ക് മാത്രമായി ചുരുങ്ങി. സർ, സാർ. അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് പെണ്ണ് പിന്നെയും അവനെ കുലുക്കി വിളിച്ചു. ആ, എന്താ? അതെ, അവരുടെ കാല് രണ്ടും ഒട്ടിയിരിക്കുകയാണെന്ന്. രമ്യയും ആസിയും നൗഫിയും ഒക്കെ ഇന്നലെ വന്ന് കണ്ടു. എന്നെ കൂട്ടാൻ വന്നപ്പോൾ അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. അവളുടെ മുഖം വാടി. മഞ്ജുവിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവനത് കേട്ടിട്ട് വലിയ കാര്യമായൊന്നും തോന്നിയില്ല. അതുകൊണ്ടെന്താ, നിനക്കിപ്പോൾ കയറി അതിനെ കാണണോ? ഇത്രയും കുഞ്ഞു കാര്യത്തിനൊക്കെ ആണോടി സങ്കടപ്പെടുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? ഒന്ന് പറഞ്ഞാൽ പോരെ? അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചവൻ ആ കൈയും പിടിച്ച് ഗേറ്റ് കടന്നു കയറി. ആ നേരത്താണ് മധു എവിടെയോ പോകാൻ വേണ്ടി പുറത്തേക്കിറങ്ങിയത്. ആരിത്? യദുമോനോ? എന്തു പറ്റി? അല്ല, ആരാ ഇത് കൂടെ? ഒരേ വായിൽ ഇത്രയും ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ അങ്കിൾ. അയ്യോ, ഞാൻ ഞാൻ പെട്ടെന്ന് കണ്ടതിന്റെ ആ ഒരു സന്തോഷത്തിൽ. അയാൾ നല്ലോണം ചമ്മി. അതൊന്നുമില്ല അങ്കിളെ, ഇത് അമലു, എന്റെ സ്റ്റുഡന്റ് ആണ്. ഇവൾക്ക് ഇവിടെയുള്ള ഏതോ 2 കിടാക്കളെ കാണണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്നെ. അവൻ ചോദിച്ചതും അയാൾ ചിരിച്ചു. ഓ, അതാണോ? അതിങ്ങൾ പിന്നാമ്പുറത്താണ്. വായു, ഞാൻ കാട്ടിത്തരാം. പറഞ്ഞതും പെണ്ണ് അവന്റെ കൈയും പിടിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി. അവിടേക്ക് ചെന്നതും 2 കിടാക്കൾ, പക്ഷെ മാറി മാറി നിൽക്കുന്നു. പെണ്ണിന്റെ കണ്ണുകൾ സംശയത്തിൽ 2 പേർക്കും നേരെ പോയി. എന്താടാ? അവളുടെ മുഖം വാടിയെന്ന് കണ്ടതും ഏതൻ അടുത്തേക്ക് ചെന്ന് മെല്ലെ ചോദിച്ചു. ഇതല്ല,
വേറെ വേറെ ക്രാക്കളുണ്ടോന്ന് ചോദിച്ച മാഷേ. എന്താ ഇതു? പരസ്പരം പതുക്കെയുള്ള അവരുടെ സംസാരം കേട്ടതും മധുമാമൻ സംശയത്തോടെ ചോദിച്ചു. ഇവിടെ വേറെ ക്രാക്കളുണ്ടോന്ന് ചോദിക്കുന്നു. ഇല്ല മോളെ, ഇതേയുള്ളൂ. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ടാണത് പറഞ്ഞത്. അപ്പോഴേക്കും അയാൾക്കൊരു ഫോൺ കോൾ വന്ന് അദ്ദേഹം അകത്തേക്ക് പോയി. അത് കണ്ടതും ഏതൻ വേഗത്തിൽ അവൾക്കടുത്തേക്ക് ചെന്നു. എന്താടാ കുഞ്ഞെ? അത് അവര് മൂന്നും കൂടി എന്നെ പറ്റിച്ചതാ. ഇവിടെ രണ്ട് ക്രാക്കളും ഒട്ടി നിൽക്കുകയാണെന്നാ അവരെന്നോട് പറഞ്ഞത്. പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു തുളുമ്പി. അച്ചോടാ, എന്റെ കുഞ്ഞിനെ എല്ലാവരുടെ പറ്റിച്ചോ? ഞാൻ ചോദിക്കാം കേട്ടോ. പെണ്ണിനെ തോളിലൂടെ ചേർത്ത് പിടിച്ചവൻ പുറത്തേക്ക് പോന്നു. ഇത്തിരി ദൂരം മുന്നിലേക്ക് നടന്നിട്ടും അവളുടെ മുഖം മാറുന്നില്ലെന്ന് കണ്ടതും ഏതൻ അവളെ പിടിച്ചു നിർത്തി. ഇത്രയും സില്ലി കാര്യത്തിനൊന്നും വിഷമിക്കല്ലേടാ കുഞ്ഞാ. എന്റെ കുട്ടി പഠിച്ച് വലിയ ഡോക്ടറൊക്കെ ആവേണ്ടതല്ലേ, എന്നിട്ടാണോ ഇങ്ങനൊക്കെ? അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതും പെണ്ണ് ആ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണും നിറച്ചു നിന്നു. നോക്കിക്കോ, എന്റെ കുഞ്ഞിനെ കരയിച്ചവരോടൊക്കെ ഞാൻ ചോദിച്ചോളാട്ടോ. വീട്ടിലൊന്ന് എത്തിക്കോട്ടെ. പിന്നെയും തന്നെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കുന്നവനെ അവൾ അത്രയും സ്നേഹത്തോടെ നോക്കി ആ മുഖം നോക്കി ചിരിച്ചു. നിങ്ങൾ ഇതെന്ത് സംസാരമാ അശോകേട്ടാ ആ ചെക്കനോട് സംസാരിച്ചത്? ഒന്നുമല്ലെങ്കിലും ആ ചെറുക്കൻ നിങ്ങളുടെ പെങ്ങളുടെ മകൻ തന്നെയല്ലേ, അല്ലാണ്ട് പരിചയമില്ലാത്ത ആരുമല്ലല്ലോ. കട്ടിൽ വിരിപ്പ് വിരിച്ചുകൊണ്ട് അശോകന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് അവർ കട്ടിലിന് മുകളിലേക്ക് തന്നെ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിന് അവനെ എനിക്ക് പരിചയമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു? കാലു തുള്ളി നിൽക്കുന്ന മഞ്ജുനോട് മനസമാധാനത്തോടെ ചോദിച്ചുകൊണ്ട് അശോകൻ പിന്നെയും ആ പുതുപ്പെടുത്ത് വൃത്തിയായി കട്ടിലിൽ വിരിച്ചു. അല്ല, ഏട്ടന്റെ പറച്ചിലും ഭാവമൊക്കെ കണ്ടാൽ ഞാൻ കരുതി ഏട്ടൻ അവനെ പരിചയമേ ഇല്ല എന്ന്. അതിന് നിന്റെ തോന്നലുകളൊക്കെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ലല്ലോ മഞ്ജു. കട്ടിലിരുന്ന് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുറന്നുകൊണ്ട് അയാൾ അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് നിവർന്നു കിടന്നു. ദേ അശോകേട്ടാ, കാര്യമായ കാര്യം എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളിതൊരുമാതിരി. അവര് ദേഷ്യം കൊണ്ട് ആകെ പുകയുകയായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് തന്നെ അശോകൻ കൂടുതൽ വാക്പോരിന് നിൽക്കാതെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പെന്ന പോലെ കണ്ണുകൾ മെല്ലെ അടച്ചു. മനുഷ്യൻ എന്തെങ്കിലും അത്യാവശ്യമുള്ളത് പറയുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവര് വന്ന് അശോകന്റെ കയ്യിലൊന്ന് തട്ടി അയാളെ അല്പം തള്ളി മാറ്റി കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ ഇത്രയ്ക്ക് അത്യാവശ്യമായി എന്തുണ്ടെന്നാണ് മഞ്ജു നിന്റെ പറച്ചിൽ? അപ്പോഴേക്കും അത്രയും നേരം വേണ്ടെന്ന് വെച്ച ദേഷ്യം അശോകനിലും വന്നു തുടങ്ങി. ഇത്രയും നേരം സമാധാനത്തോടെ തന്നെ കേട്ടുകൊണ്ടിരുന്ന മറുപടി പറയുന്ന ആളുടെ ശബ്ദത്തിലെ വ്യത്യാസം മഞ്ജുവിലും തെല്ലല്ലാത്ത വാശി കയറ്റി. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും ആവശ്യമുള്ള കാര്യമായിട്ട് അശോകേട്ടൻ തോന്നിയില്ലേ? ഇല്ല, അല്പം പോലും തോന്നിയിട്ടില്ല. എന്റെ മകളുടെ കാര്യം നോക്കാൻ തൽക്കാലം ഞാനുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രം നീ നോക്കിയാൽ മതി. അയാൾ വല്ലാത്തൊരു അധികാരത്തോടെയാണ് അവരെ നോക്കി അത്രയും പറഞ്ഞത്. അശോകേട്ടൻ പറഞ്ഞു വരുന്നത് അശോകേട്ടൻ ജീവനോടുള്ളപ്പോൾ എനിക്ക് അവളുടെ പുറത്ത് അധികാരമൊന്നും ഇല്ലെന്നാണോ? അയാളുടെ ചോദ്യത്തിന് മറുപടി ചോദ്യമായി ദേഷ്യത്തിൽ ചോദിച്ചാണെങ്കിലും ആ ഒരു വാക്കുണ്ടാക്കിയ ഞെട്ടൽ പരസ്പരം അവരറിഞ്ഞു. തൽക്കാലം ഞാൻ ജീവനോടെ ഉണ്ടല്ലോ മഞ്ജു. കൂടുതലൊന്നും പറയാതെ അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. സത്യം പറഞ്ഞാൽ അവരുടെ ആ വാചകം അയാളുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. എന്നാൽ മഞ്ജുവിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. വായ്ക്ക് വായ്പോരിനായി ഓരോന്ന് പറഞ്ഞതാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പോലും ഇങ്ങനെയൊന്നും പറയാൻ അവരെ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും നേരം വല്ലാതെ തുള്ളിക്കൊണ്ടിരുന്നവർ സ്വയം പറഞ്ഞുപോയ ഒരൊറ്റ വാക്കിൽ പശ്ചാത്താപം കൊണ്ട് വല്ലാതെ നേറി. അശോകേട്ടാ, എന്നെ ഒന്ന് നോക്കിയേ. ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. കിടക്കാൻ നോക്കൂ മഞ്ജു, രാത്രി ഒരുപാടായി. എനിക്കും വെളുപ്പിന് എഴുന്നേൽക്കേണ്ടതാണ്. ഇനി അവര് പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ നിവർന്നു കിടന്ന അയാൾ ചരിഞ്ഞ് മറുവശത്തേക്ക് കിടന്നു. അവരെ കാണാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ. അത് മനസ്സിലായതും കണ്ണുനീരോടെ മഞ്ജുവും കിടന്നു. ഒപ്പം ഇപ്പോൾ ഈ നടന്ന എല്ലാ കാര്യത്തിനും അവൾ ഒറ്റയൊരുത്തിയാണ് ഉത്തരവാദി എന്ന രീതിയിൽ ആവശ്യമില്ലാത്തൊരു ദേഷ്യം അവർക്ക് ആമ്പലിന്റെ പുറത്ത് ഉണ്ടാവുകയും ചെയ്തു. ആമ്പലിന് എൻട്രൻസ് എഴുതാനുള്ള സ്കൂളിന്റെ അലോട്ട്മെന്റ് വന്നപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ദൂരെയുള്ള ഒരു സ്കൂളിലാണ് കിട്ടിയത്. ബാക്കി 3 പേർക്കും അത്ര ദൂരെയല്ലെങ്കിലും അവർക്കുമുണ്ട് പോകാൻ ദൂരം. അതറിഞ്ഞപ്പോൾ മുതൽ അത്രയും ദൂരെയൊന്നും പോയി പരീക്ഷ എഴുതണ്ട എന്ന രീതിയിൽ മഞ്ജു ബഹളം തുടങ്ങിയതാണ്. പക്ഷെ അത് അത്ര കണ്ട് ഫലിക്കാതിരുന്നത്
അശോകൻ തന്നെ കൊണ്ടുപോയി എഴുതിച്ചു കൊണ്ടുവരാം എന്ന വാക്കിന്റെ പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നാളെ അശോകന് അത്യാവശ്യമായി രാവിലെ 10 മണിക്ക് ബാങ്കിൽ ചെല്ലണമെന്ന്. വീടിന്റെയും കടയുടെയും പ്രമാണം വെച്ച് എടുത്തിരിക്കുന്ന ലോണിന്റെ പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അത് ചോദിക്കുകയും പറയുകയും എന്തൊക്കെയോ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി അശോകൻ അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ മഞ്ജു ആമ്പലിനോട് പിന്നെയും എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ ബഹളം അല്പം ഒന്ന് കുറഞ്ഞത് എന്നും വരുപോലെ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ച സിദ്ധുവിന്റെ ഫോൺ കോളിലാണ്. അതൊന്ന് എടുത്തതും മഞ്ജു തന്റെ ആവലാതികളും പ്രശ്നങ്ങളും ഒക്കെ ഓരോന്നായി സിദ്ധുവിനോട് പറഞ്ഞു തുടങ്ങി. കാര്യം സിദ്ധുവിനും ആമ്പൽ എൻട്രൻസ് എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ല, ഡിഗ്രി വല്ലതും ചെയ്താൽ പോരെ എന്നുള്ള അഭിപ്രായമായിരുന്നെങ്കിലും അശോകന്റെ മുന്നിൽ വെച്ച് അത് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെ നേർക്കുനേരെ അങ്ങനെ ഒരു അഭിപ്രായപ്രകടനങ്ങൾ നടന്നിട്ടില്ല. അങ്ങനെയുള്ളിടത്താണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ. ഒപ്പമുള്ളവരിൽ ആർക്കെങ്കിലും അതേ സ്കൂളായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ പിന്നെയും പറഞ്ഞുവിടാമായിരുന്നു. അതല്ലാതെ അശോകേട്ടൻ ബാങ്കിൽ പോകുമ്പോൾ ഒപ്പം തനിക്കും പോകണം കൂടെ. അതുകൊണ്ട് അവൾക്ക് മറ്റാർക്കും ഒപ്പം പോകാനാകില്ല എന്ന പേരിൽ അവൾ അന്ന് പരീക്ഷയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞതിന്റെ ബഹളമാണ് ഇവിടെ നടക്കുന്നതെന്ന് സ്നേഹത്തോടുള്ള അനന്തരവനോടുള്ള തുറന്നു പറച്ചിലിൽ ആളാണ് ഇങ്ങോട്ട് താൻ അവളെ കൊണ്ടുപോയിക്കോളാം എന്നുള്ള മാർഗം അവരോട് നിർദ്ദേശിച്ചത്. അല്ലെങ്കിൽ തന്നെ സിദ്ധുമോൻ ചെയ്യുന്നതൊക്കെ തേനാണ് പാലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവൻ ഇങ്ങോട്ട് സഹായിക്കാം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് അവൻ പിന്നെയും നന്മയുള്ളവനായി, തങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും സ്നേഹം കാണിക്കുന്ന കൂറുള്ളവനായി. അങ്ങനെ സിദ്ധു മകളെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചതും അത്രയും നേരം ആമ്പൽ പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഒറ്റ നിമിഷം കൊണ്ട് ആമ്പൽ എക്സാമിന് പോകട്ടെ എന്നായി. ആ ഒരു സന്തോഷത്തോടെ അവർ അപ്പോൾ തന്നെ അശോകനെ വിളിച്ചത് പറഞ്ഞപ്പോൾ അയാൾക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാമനും സമ്മതിച്ചു എന്ന് വിളിച്ചിട്ടാണ് ഇപ്പോൾ വൈകുന്നേരം കടയിൽ നിന്ന് വരുന്ന മനുഷ്യൻ സിദ്ധുവിനൊപ്പം മകളെ വിടുന്നില്ല എന്ന തീരുമാനവുമായി വന്നിരിക്കുന്നത്. ആദ്യം അത് തമാശയാണെന്നുള്ള രീതിയിൽ മഞ്ജു എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയെങ്കിലും അശോകനെ ഏറ്റവും നന്നായി അറിയുന്ന അവർക്കറിയാമായിരുന്നു അയാൾ കളിതമാശയ്ക്ക് അങ്ങനെയൊന്നും പറയില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഊണുമുറിയിൽ നിന്ന് തുടങ്ങിയ സംസാരമാണ് ഇന്നിപ്പോൾ കിടപ്പുമുറിയിൽ വരെ വന്ന് നിൽക്കുന്നതും പരസ്പരം നോവിച്ചുകൊണ്ട് ഒരു രാത്രിയെ കടക്കാനുള്ള മുറിവായി മാറിയതും. എന്നാൽ ഈ സമയം എന്തുകൊണ്ടാണ് ആദ്യം സമ്മതിച്ച മാമൻ പിന്നീട് തന്നോട് വേണ്ട എന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ മുറിയിൽ തെക്ക് വടക്ക് നടക്കുകയായിരുന്നു സിദ്ധു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.